ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൺഡേ വ്ളോഗും കൂടിയാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്താകുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വ്ളോഗിനൊക്കെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. സപ്പോർട്ട് എന്നതിനുള്ളൊരുപരി അതിനകത്ത് വന്ന കമൻസ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. കാരണം അത്രമാത്രം സപ്പോർട്ട് ചെയ്ത്, അതായത് ആ ഒരു കമൻറ്റിൽ കൂടി അറിയാൻ എല്ലാവർക്കും എന്നോടുള്ളൊരു ഇഷ്ടവും സ്നേഹമൊക്കെ കേട്ടോ. ശരിക്കും നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യം, പൈസ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്നേഹം തന്നെയാണ്. ഒരുപാട് പേര് ഫോണിലൊക്കെ വിളിച്ച് മെസ്സേജുകളിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോൺ വിളിക്കുന്നവർ വിളിച്ചൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഓരോരുത്തരും ചില ചേച്ചിമാർ പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ വരെ ഞാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് ഒത്തിരി ചിലത് വാക്കുകൾക്ക് അതീതമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ കണക്കാണ് കേട്ടോ. നമുക്ക് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇത്ര എനിക്ക് പറയാൻ അറിയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ സൺഡേ വ്ളോഗാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ തലവേദനയാണ് കേട്ടോ. തലവേദന ഇവിടെ വന്നപ്പോൾ ഈ തണുപ്പ് കൂടുതലാണ്. കാരണം മുമ്പ് ദിവസം കണ്ടെന്ന് പറഞ്ഞാൽ പാടം. ഓരോ ഭാഗത്തേക്ക് ഓരോ സ്ഥലമല്ലേ ഇവിടെ ഞാനൊക്കെ കണ്ടെന്ന് പറയും. കണ്ടെന്ന് പറഞ്ഞാൽ പാടം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ താമസിച്ചാണ് എണീറ്റ് വെച്ച് എന്നാ പറയണേ, എണീറ്റിട്ട് ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഇറങ്ങിയതെന്നാണ് ചുരുക്കം. എന്ന് വെച്ചാൽ ഹാളിൽ നല്ല ചൂടാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ആസ്പെറ്റോസ് ആയ കാരണം ഉള്ളിലേക്ക് ഓടാണ്, അങ്ങനെയാണ് വീട്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനോ ആസ്പെറ്റോസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓടാണോ പറഞ്ഞത് കേട്ടോ. ഫ്രണ്ടിലെ ഹാള് മാത്രം ആസ്പെറ്റോസ്, ബാക്കിയുള്ളത് ഓടാണ്. അപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്. ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് മാത്രം നമുക്കതൊരാശ്വാസമാണ്. അതുകൊണ്ട് ഞാനെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അടുക്കളയിലൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ചെവിക്കകത്തേക്ക് ഇങ്ങനെ തണുപ്പ് തുളച്ച് കയറുവാണ്. അപ്പം നമ്മൾ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് നേരം വീഡിയോയിൽ വന്നത്. മടിയാണ് വീഡിയോ തൊപ്പിയൊക്കെ വെച്ച് വരാൻ. പക്ഷെ നമ്മുടെ നിവൃത്തികേടും കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണ്. ഇപ്പോൾ ഈ പഴയ വീടാകുമ്പോൾ അറിയാമല്ലോ, ചെറിയ ചെറിയ പൊത്തുകളുണ്ടാവും, ഉറുമ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇച്ചിരി അധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ബിനുവേട്ടനാണെങ്കിൽ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. രാത്രിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഞാനതൊരു ആണിയിൽ തൂക്കി അവിടെ ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ നിലത്തെങ്ങും വെച്ചാൽ ഉറപ്പാണ് പിറ്റേന്ന് രാവിലത്തേനും ഉറുമ്പിൻ്റെ അഭിഷേകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അടുക്കളയിൽ മറ്റിടത്തും ഇവിടെ ജസ്റ്റ് പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 തവണ തുടയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വൈറ്റായിട്ടുള്ള ഇവിടെ ഭിത്തിയിലൊക്കെ ആണെങ്കിലും വാഷ് ബേസിന് കഴുകുമ്പോൾ ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീടിൻ്റെ അവിടെ ടൈലായിരുന്നതുകൊണ്ട് നമുക്കത് തുടച്ച് കളയായിരുന്നു. അപ്പോൾ ഇത് പെയിൻ്റ് ആയതുകൊണ്ട് ഞാൻ പതിയെ നനച്ചൊക്കെ തുടയ്ക്കും. എന്നാലും ഒത്തിരി നമുക്കങ്ങ് ഇതാകുമ്പോൾ പെയിൻറ്റ് ഇളകിയിട്ടും അതും മെനകേടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കതെന്തായാലും മാക്സിമം നന്നായിട്ട് തന്നെ ഞാൻ നോക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് പോയി കഴിയുമ്പോൾ നമുക്ക് വല്ല ഈ ആമസോണിൽ നിന്നൊക്കെ ഷീറ്റ് കിട്ടുമല്ലോ, ഈ ടൈല് പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ, അത് വാങ്ങിച്ച് ഒട്ടിക്കാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇരിക്കണു. ബാക്കി മുഷിയുന്നോടം വരെ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ഐഡിയാസൊക്കെ ഉണ്ട്. കാരണം ഈ വെള്ള പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ പെട്ടെന്ന് മുഷിയും. നമ്മളൊരു ചെറിയൊരു തുള്ളി വെള്ളം ചാടിയ പോലെ അതിങ്ങനെ എടുത്തെറിയും. അപ്പോൾ രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ അടുപ്പിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബിനുവേട്ടൻ ഇച്ചിരി കരൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരൾ നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണെന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലഡ് കുറവാണ്, ഹീമോഗ്ലോബിൻ ഒത്തിരി കുറവാട്ടോ, 9 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ പിന്നെ പ്രഷർ കുറവാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ആവാൻ തലവേദന എന്ന് പറയുന്നുണ്ട്. എന്നാണെന്നറിയില്ല. ഗുളികയൊന്നും കഴിച്ചാലൊന്നും ഏക്കില്ലാത്ത അവസ്ഥയായി. രാവിലെ എണീറ്റ് ഗുളിക കഴിച്ച് കുറേ കഴിഞ്ഞു കേട്ടോ. നേരത്തെ ഗുളിക കഴിച്ചൊരു അരമണിക്കൂറിനുള്ളിൽ തലവേദന കുറയുമെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും കുറയണില്ല കേട്ടോ. ഒരു പക്ഷേ ഇതിൻ്റെ ആവാം. എന്തായാലും അതിനുള്ള മരുന്നൊക്കെ ഉണ്ട്, അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലഡ് ഉണ്ടാവാൻ ഇങ്ങനെ ഇത് നല്ലതാണെന്ന് ഇങ്ങനെ പറയണ കേട്ടതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയതാണേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അപ്പമാണ് ഉണ്ടാക്കണം. അപ്പവും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കണം. മുട്ട റോസ്റ്റില്ലേ, അതാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ അവിടുത്തെ
എന്നാ പറയണേ, ഈ ഒരു സ്ലാബിന് ഇച്ചിരി വീതി ഉണ്ടായിരുന്നു. ഇവിടെ വീതി കുറവാണ്. പിന്നെ വാഷ് ബേസിനോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പുറത്തെ അടുക്കളയിൽ ആണെങ്കിൽ സ്ലാബിനാണെങ്കിൽ ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈറ്റിൽ ഇങ്ങനെ പണി എടുത്ത് പഠിച്ചിട്ട് ഹൈറ്റ് കുറവ് സ്ലാബിലേക്ക് വരുമ്പോൾ ഒരു പാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരണം. അതുവരെ ഞാൻ ഇവിടെ വെച്ചൊക്കെ അരിയണം കേട്ടോ. അപ്പോൾ ചിലർ പറയും വാഷ് ബേസിൻ്റെ അടുത്ത് പോയി ഒന്ന് അരിയുന്നതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ സവോള, മുട്ട റോസ്റ്റിനുള്ള സവോളയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെറും സാധാ ഒരു മുട്ട റോസ്റ്റാണ്. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇത്രയിട്ട് അതിൻ്റെ ഇതൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും. ആ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നല്ല രീതിയിൽ കുറുകിയ കുറുകിയ രീതിയിൽ നല്ല റോസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. സവോള എടുക്കുമ്പോൾ ഒരു 2-3 എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 എടുത്തുള്ളൂ. സവോള കുറവായിരുന്നു. വിനോട്ടം വാങ്ങിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതിനുള്ളത് അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് അത് അടുപ്പേ വെച്ചു കേട്ടോ. അപ്പോൾ പതിയെ അത് വഴന്ന് വരുന്നുണ്ട്. മുട്ട വേവിക്കാനായിട്ട് അതും അടുപ്പേ വെച്ചു. അതൊക്കെ എന്നും കാണിക്കുന്ന എഗ് റോസ്റ്റ് ആയതുകൊണ്ട് വലിയ അങ്ങ് എടുത്തില്ല കേട്ടോ. ഞാൻ ഈ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയ സമയം കൊണ്ട് ബിനുവേട്ടൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കരൾ കൊണ്ടുവന്നിട്ടത് അവിടെ നിന്ന് നുറുക്കുന്നുണ്ട് കേട്ടോ. നുറുക്കി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോഴേക്കും അച്ചുക്കുട്ടൻ പതിയെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അച്ചുക്കുട്ടൻ എണീറ്റ് വന്നിട്ട് ഇതിലെ പോയി നോർത്ത് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ചുക്കുട്ടൻ പോയി ബ്രഷ് ചെയ്യുവാണ്. അവിടെ പോയിന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വേഗം ബ്രഷ് ചെയ്തിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങ് കയറി പോകുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അമ്മ ഞാനിപ്പോൾ തുറന്നു വിട്ടുള്ളൂ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നാളെ അച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ അങ്ങനെ ആഘോഷമൊന്നുമില്ല. ജസ്റ്റ് ഒരു വൈകിട്ട് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, സ്കൂളിൽ കൊണ്ട് വിടും, അത്രേ ഉള്ളൂ കേട്ടോ. പുതിയ കളർ ഡ്രസ്സ് എൻഗേജ്മെൻറ്റിന് മാമൻ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് പിറന്നാളിന് പോയത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും ഈ വർഷം ആഘോഷമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അച്ചുകൂടിനോട് ബ്രഷൊക്കെ ചെയ്യാൻ പറഞ്ഞു. ധ്യാനൂട്ടൻ എണീറ്റിട്ടില്ല എതിരായിട്ടും. ധ്യാനൂട്ടൻ ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ എഗ് റോസ്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നോക്കുവാണ്. പിന്നെ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന ഭാഗമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് അടുപ്പിച്ച അപ്പമാണ്. അപ്പോൾ ഇന്നലെയാണ് ഗോതമ്പൊടി കൊണ്ടുവന്ന് ഇനിയൊന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ ഉള്ള ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ പുതിയ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്ന് പൊരുത്തപ്പെട്ട് വരാനും കുറച്ച് ടൈം എടുക്കുമെന്ന് പറയല്ലേ. എന്ന് പറഞ്ഞ കണക്കൊരവസ്ഥയുണ്ട് കേട്ടോ. കാരണം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ആദ്യം ഒന്ന് വെക്കുമ്പോൾ ഒന്നും ശരിയാവില്ല. 3-4 തവണ അതിനെ റീഅറേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചെങ്കിലാണ് നമ്മുടെ കൈപ്പാങ്ങിന് എല്ലാം ആവത്തുള്ളൂ. അപ്പോൾ ആദ്യത്തിൽ ചുമ്മാ അങ്ങ് എല്ലാം കൂടെ അങ്ങ് എടുത്ത് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആവി എടുക്കണ്ട നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പോൾ അത് എഗ് റോസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അത് നല്ല കുറുകിയ ചാറോട് കൂടിയ എഗ് റോസ്റ്റാണ്. അപ്പോൾ അതവിടെ റെഡിയായി. അന്നേരത്തേക്ക് അച്ചുകൂട്ടൻ ഇങ്ങനെ തേൻ മുട്ടായി കൊണ്ടുത്തന്ന് കൊടുത്തു കേട്ടോ ബിനുവേട്ടൻ. ഈ വലിയ തേൻ മുട്ടായി ആയിരുന്നേ. ഇതുകൊണ്ടില്ല വലിയ ആന മുട്ടായി. പക്ഷേ ഇതിന് വലിയ ടേസ്റ്റില്ല കേട്ടോ. ചെറിയ തേൻ മുട്ടായിക്കാണ് ഇച്ചോടെ ടേസ്റ്റ്. ഇത് ചുമ്മാ ചവറ് പോലെ ഇരുന്നു കഴിച്ചപ്പം. എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. എന്നാ പറയണേ, നമുക്ക് ആ തേൻമുട്ടായി പഴയ തേൻമുട്ടായിയുടെ ഒന്നും ലക്കത്തോടെ പറ്റില്ല. എന്നാലും നമുക്കൊരു നൊസ്റ്റാൾജിയാണല്ലോ തേൻമുട്ടായി. അങ്ങനെ കുറേ മുട്ടായി ഉണ്ടല്ലോ പഴയ കാലത്തെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ അങ്ങ് കഴിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഇറച്ചി കൊണ്ടുവന്ന കവർ കഴുകിയിട്ട് അവിടെ ഒരു നാരകമുണ്ട്. ആ നാരകത്തിൻ്റെ മുള്ളെ കൊണ്ട് കുത്തി വെച്ചതാണ് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഇന്നലെ അത് ഉണങ്ങിയത് ഇന്നലെ ഒരു കവർ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമ്മൾ കൂടിനകത്ത് വെച്ചു. അപ്പോൾ ഈ എന്നാ പറയണേ, പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ കൊടുത്തു വിടാനായിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. നേരത്തെ വീട്ടിലാകുമ്പോൾ ഒരു ആണി ഭിത്തിയിൽ അടിച്ചിട്ട് അതിലേക്കായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അത് ഇവിടെ ഒരു നാരകമുള്ള നാരകത്തിൻ്റെ മുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതേ ചായ ആയി. ഇതാ കണ്ടില്ലേ, ബിനുവേട്ടന് അത് ഇറച്ചി നുറുക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ അതിലേക്ക് തുടങ്ങാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ കൂടി ഇതാ ഇവിടെ ഇരുന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല അടുക്കളയിലെ സ്ലാബ് തീരെ ചെറുതാണ്, നമുക്ക് ഇരിക്കാനുള്ള പൊക്കാണുള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്താൻ എനിക്ക് കമന്ന് കിടന്ന് ചപ്പാത്തി പരത്തേണ്ടി വരുമെന്ന് വേണം. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റൂൾ ഇട്ടിട്ട് ഇരുന്നിട്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ എല്ലാ ഫുഡ് കഴിക്കലും ഇവിടെ ഇരുന്നാണ് കേട്ടോ.
പിന്നെ ചായക്കപ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതിനകത്ത് 1 ഗ്ലാസ് 1.5 ഗ്ലാസ് ചായയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ 1/4 ഭാഗം ചായയേ ഉള്ളൂ. ഞാൻ പിന്നെ ചായക്കപ്പിനകത്ത് ആ കപ്പ് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ചായ എടുത്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ വേറൊരു പാത്രം ഇനി എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ കപ്പിനകത്ത് അങ്ങ് എടുത്ത് കുടിക്കും കേട്ടോ. സ്ഥിരം എൻ്റെ പരിപാടിയാണ്. അപ്പോൾ മിക്കപ്പോഴും ഈ ഒരു കപ്പിനകത്താണ് എടുത്ത് കുടിക്കുക. പിന്നെ വല്ലപ്പോഴും ഉള്ളൂ വേറെ കപ്പിനകത്തൊക്കെ ഒഴിച്ച് കുടിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്രം കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. സിങ്ക് വളരെ ചെറിയ സിങ്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അവിടുത്തെ സിങ്ക് എന്ന് പറയുമ്പം ഇച്ചിരി താഴ്ചയുണ്ടായിരുന്നു, ഇത് താഴ്ച കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കഴുകുമ്പോൾ ഒക്കെ ഒത്തിരി സ്പീഡിൽ കഴുകാൻ പറ്റത്തില്ല, വെള്ളം ഇങ്ങനെ തെറിക്കും. നമ്മൾ എത്ര സൂക്ഷിച്ച് കഴുകിയാലും ആ ഭിത്തിയിലേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ള സൗകര്യത്തിൽ അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ രാവിലെ ചായ കുടിച്ച പാത്രങ്ങൾ എല്ലാം കഴുകി വെച്ചു. പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു മറ്റേ വീടാണ് ഈ വീടാണ് ഇഷ്ടം. ഈ വീട് തന്നെ എനിക്കിഷ്ടം കേട്ടോ. മറ്റേ വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നല്ലേ, ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും സ്ഥലമില്ലായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ വന്നപ്പോൾ ഒരു ശ്വാസം നേരെ വീണ് പോയി എന്ന് പറഞ്ഞ കണക്കുള്ളൊരു അവസ്ഥയിലുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ സ്ഥലമുണ്ട്, നമുക്ക് തുടയ്ക്കാനും പറക്കാനൊക്കെ എളുപ്പമുണ്ട്, അടിച്ച് വരാൻ എളുപ്പമുണ്ട്, അങ്ങനേതായ ഇതൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി ഒന്നും നമ്മൾ പറയണ്ട. പക്ഷെ എന്നാലും എനിക്ക് ഈ വീട് ഇഷ്ടമായി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ പോലെ എനിക്കും ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കരൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയ്ക്കകത്തേക്ക് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചപ്പോണം പതിയെ ഒന്ന് മാറുന്ന സമയത്ത് 2 സവോളയും ഒരു 10-20 ഉള്ളി കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും, പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇച്ചിരി അധികം ഇട്ടോളൂ കേട്ടോ, നല്ലതാണ്. അപ്പം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് സവോള ഒരു അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ആ ഒരു സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു എരിവിന് ഒരു 1-1.5 സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിനകത്ത് ശരിക്കും കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറാണ് മുമ്പിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ടാൽ മതി. പെരുംജീരകം ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ അടപ്പിനകത്തോളം സ്പൂണിനകത്ത് ഇടണേ, അതുകൊണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയാണ്, അതിന് പകരം ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ഇടാം. മുളക് പൊടി ഞാനിതുപോലെ തന്നെ 1 സ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ടേ. 1 സ്പൂണില്ല, ഒരു 1.5 സ്പൂൺ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. 1-2 എരിവിനനുസരിച്ച് ഇടുക. പക്ഷേ മസാല കുറച്ചിട്ട് കുരുമുളക് കൂടുതലിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത്ര ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മീറ്റ് മസാലയാണ്, മീറ്റ് മസാലയ്ക്ക് അല്ലെങ്കിൽ ഗരം മസാല ടേസ്റ്റ് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഇടാം. ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അതായത് ഇതിൻ്റെ കൂടെ പച്ചപ്പുമണം മാറാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് നമ്മൾ വേവിച്ചു. മീറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ എന്നാ പറയണേ, ഇതിപ്പോൾ പച്ചപ്പുമണം നന്നായിട്ട് മാറി വന്നു കഴിയുമ്പോൾ കരളിട്ട് കൊടുക്കും. കരളിട്ട് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട, കരളിനകത്തുനിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ അങ്ങനെ നികന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ പച്ചപ്പുമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരളിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വെന്ത് വന്നു കഴിയുമ്പം കരളൊരു പാതി വേവാവിയല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർത്ത്. ഒത്തിരി കുരുമുളക് പൊടി എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് തന്നെ ചേർത്തു. പക്ഷെ നല്ലതായിരുന്നു, അച്ചുക്കുട്ടനും ധ്യാനൂട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ പാചകം നല്ലതെന്ന് പറയണതിൽ ഒരു കാര്യമില്ലല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അടി പിടിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് വരും ഇതിനകത്തേക്ക്. പിന്നെ
ഇതിപ്പോൾ മസാല കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് വെള്ളം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മസാല കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് മൂടി വയ്ക്കുക. അതൊക്കെ മൂടി വെച്ച് അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ പോയി മുറ്റത്ത് കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുണി വിരിക്കാൻ പോയതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ കുറച്ച് നേരം അച്ചുക്കൂടും ഞാനിവിടെ നിന്ന് വായിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല, എല്ലാവരും ഉള്ള കാരണം അവരവിടെ ഒന്ന് വായിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയ സമയത്ത് അച്ചുക്കൂട്ടം പിന്നെ പുറകെ വന്നു കേട്ടോ. കൂട്ടുകാരൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു തകർക്കലും കഴിഞ്ഞ് ധ്യാനോട്ടം വന്ന് വെള്ളം കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും എന്താ നമ്മുടെ കറി ഞാൻ പറഞ്ഞില്ല വെള്ളം വരുമെന്ന്. അപ്പോൾ വെള്ളം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരു പകുതി കൂടുതൽ വേവായി കഴിയുമ്പോൾ പിന്നെ തുറന്ന് വയ്ക്കുക. തുറന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റി വരും കേട്ടോ. എന്നിട്ട് എത്രമാത്രം ഡ്രൈ ആക്കി എടുക്കണോ അത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പതിയെ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഒത്തിരി വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ, എനിക്കിങ്ങനെ ഒത്തിരി ഉണങ്ങി വരണ്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇച്ചിരി ഒരു മയത്തോടു കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. കളറ് എത്രമാത്രം വ്യക്തമാവുമെന്നറിയില്ല. പിന്നെ നേരത്തെ അടുക്കളേനേക്കാളും കൂടുതലായിട്ട് വെട്ടം ഈ അടുക്കളയിലുള്ളത് കൊണ്ട് കുറച്ചുകൂടി കളറ് വ്യക്തമാവുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ റോസ്റ്റ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 അടുക്കളയും ക്ലീൻ ചെയ്തു. ശരിക്കും എനിക്ക് ഒറ്റ അടുക്കളയാണ് എനിക്കിഷ്ടം. എനിക്ക് 2 അടുക്കളയൊന്നും എനിക്കിഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും കൂടി ഓടാനേ സമയമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ധ്യാനോട്ടൻ അവിടെ ഇരുന്ന് അമ്മേ ഇത് കണ്ടോ അമ്മേ എന്നും പറഞ്ഞ് അവനിങ്ങനെ കുപ്പി നേരെ വെച്ച് എടുത്തു കേട്ടോ. അപ്പോൾ അതെന്നെ കാണിച്ചു തന്നെ ഭാഗമാണ്. അപ്പോൾ അവൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം അമ്മ നോക്കമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒട്ടും ശരിയാവണില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എടാ ശരിയാവണില്ലോടാ, കുറേ നേരം നോക്കി എന്നിട്ട് ശരിയാവണില്ലോടാ എന്നൊക്കെ പറഞ്ഞു. എന്നാ വെച്ചാൽ കുപ്പിയുടെ മൂട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് അതിൻ്റെ ചിളങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവിച്ചത്. പക്ഷേ കൊച്ച് പരിശ്രമിച്ച് ലാസ്റ്റ് സക്സസ് ആയി കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം അത് കാണിച്ചപ്പോഴത്തേക്കും. ആദ്യം ഇതുപോലെ ഇട്ടവൻ ശരിയാക്കിയതാണ്, പക്ഷേ കുപ്പിയുടെ മൂടി ഇളങ്ങിയപ്പോൾ ഇതായിപ്പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. വൈകുന്നേരം പിന്നെ കപ്പ പുഴുങ്ങാനുണ്ടായിരുന്നു. കപ്പ പുഴുങ്ങി. പിന്നെ പുറത്തൊക്കെ കുറേ ആൾക്കാർ ഈ ചാണകം വരാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ കുക്കറിനകത്ത് കപ്പ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ അടുപ്പിൽ വെച്ചേക്കണു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ രാവിലെ മുറ്റടിയില്ല, ഈ തലവേദന കാരണം വൈകുന്നേരം ആക്കി കേട്ടോ. അപ്പോൾ വൈകുന്നേരം മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് പോണത്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എപ്പോഴും വന്ന ഒരു കമൻറ്റാണ് ടിവിയുടെ മുമ്പ് വെച്ച് പിള്ളേർക്ക് ഫുഡ് കൊടുക്കരുത് എന്ന്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നമുക്കതേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ വീട് മാറിയപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ റൂമിലാക്കിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു വീട്ടിൽ നിങ്ങൾ കാണുന്ന ആ ഒരു സ്ഥലമേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാനോ എടുക്കാനോ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് കണ്ടറിഞ്ഞ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇനി ടിവിയുടെ മുമ്പ് വെച്ച് ഫുഡ് കൊടുക്കില്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നല്ലതുള്ളൂ. അന്ന് ഞാനതാ പറഞ്ഞത്, നമ്മുടെ സാഹചര്യം അങ്ങനെയാണെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. തുണി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ മുറ്റടി ഭയങ്കര പൊടിയല്ലേ ഇപ്പം ഈ കാറ്റത്തും തുടങ്ങി പൊടിയും ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ തുണി അലക്കി ഇട്ടതൊക്കെ എടുത്ത് വെച്ചിട്ട് അടിക്കാമെന്ന് വെച്ചാൽ ഈ പൊടി പറന്ന് മുഴുവൻ അതിലേക്ക് പിടിക്കും. മുറ്റടിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വിളക്ക് വെക്കണ സമയമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.